ഹൃദയമിടിഞ്ഞ ഒരു പെരുമഴക്കാലം, വയനാടിന് മുകളിൽ പെയ്ത ദുരിതമഴക്കാലം. പുഞ്ചിരിമട്ടത്തിൻ്റെ പുഞ്ചിരികൾ മായ്ച്ച്, മുണ്ടക്കൈയിലുയർന്ന നിലവിളി കൈകൾ അവഗണിച്ച്, ചൂരൽമലയുടെ ഉയിരു തകർത്ത്, വെള്ളാർമലയുടെ ഉള്ളം തകർത്ത് വന്ന പെരുമഴക്കാലം. ഒരു പ്രദേശത്തെ മനുഷ്യരൊന്നാകെ ഒന്നിച്ചുറങ്ങിയ ആ രാവിൽ, ഒരിക്കലും ഉണരാത്ത നിദ്രയിലേക്ക് നൊടിയിട എടുത്തെറിയപ്പെടുമെന്നവർ നനച്ചിരുന്നതേയില്ല. ഒന്നിച്ചുറങ്ങിയവർ ചിന്നിച്ചിതറിത്തെറിച്ച ഭീകരരാത്രി, സർവവും നഷ്ടമായ ഒരു ജനതയുടെ കഥനരാത്രി. ഇന്നിവിടം നിശബ്ദമാണ്. ശബ്ദമുഖരിതമായിരുന്ന നിരത്തുകൾ പൊടുന്നനെ വിജനം. വിദ്യാലയങ്ങളിലെ കലപില ബഹളങ്ങൾ, വീടുകളിലെ വർത്തമാനങ്ങൾ, പരിഭവങ്ങൾ, ചായക്കടയിലെ സൗഹൃദ സംഭാഷണങ്ങൾ, മൈതാനിയിലെ ആർപ്പുവിളികൾ എല്ലാം എന്നേക്കുമായി നിശബ്ദമാക്കി ഉരുൾപൊട്ടി വന്നപ്പോൾ ഭൂപടത്തിൽ മാഞ്ഞത് ഈ ഗ്രാമങ്ങളല്ലേ, 1000 സ്വപ്നങ്ങളല്ലേ? മണ്ണട്ടിയിൽ കാണാമറിയത്ത് ഇനിയും എത്ര പേർ, എത്ര സ്വപ്നങ്ങൾ, എത്ര സങ്കടങ്ങൾ. വിധിവശാൽ രക്ഷപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ, വഴിമുട്ടി ഗതിമുട്ടി നിൽക്കുമ്പോൾ, പ്രിയ സുഹൃത്തെ, നിന്നിലെ മനുഷ്യത്വം ഇനി എപ്പോഴാണ് ഉണരേണ്ടത്? പുഞ്ചിരിമട്ടത്ത് ഇനി പുഞ്ചിരി വിടർത്താൻ നിയോഗിക്കപ്പെട്ടവർ നമ്മൾ മാത്രമാണ്. സഹായം, കാരുണ്യം, കടമ എന്നീ പദങ്ങൾക്ക് പകരം ഒരു വാക്ക് നീ അണിഞ്ഞാൽ മതി: മനുഷ്യത്വം എന്ന ഒറ്റപ്പദം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെയും അപരനുള്ള അനുഗ്രഹമാകും. ഇനി മനുഷ്യസ്നേഹത്തിൻ്റെ ഉരുൾപൊട്ടലിന് കാത്ത് മുണ്ടക്കൈ, ചൂരൽമല, വെള്ളാർമല ദേശങ്ങൾ. ഇരുൾരാവിനപ്പുറം പകൽ വരുമെന്നല്ലേ? ദുരിതമനുഭവിച്ച സഹോദരങ്ങളുടെ ആത്മാഭിമാനത്തിന് വില നൽകും വിധമാവണം ഓരോ ഇടപെടലും.